ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എന്റെ കയ്യിലുള്ള 3 പഴയ വളകളാണ് കേട്ടോ. അപ്പൊ അതിന് നമുക്ക് ഇന്നൊരു മേക്ക് ഓവർ കൊടുത്താലോ. ആ ഓരോ വളയുടെ നടുക്കൂടെ സ്റ്റോൺ ചെയിൻ ആയിരുന്നു കേട്ടോ. അതിൽ പല സ്റ്റോൺസും ഇളകിപ്പോയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഉപയോഗിക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു. 3 ബാംഗിൾസും ഞാൻ ഒട്ടിച്ചു വെച്ചു കേട്ടോ. എന്നിട്ട് അതിന്റെ മുകളിൽ ഇതുപോലെ OHP ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തു. അതൊന്ന് ഫ്ലാറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ആ സ്റ്റോൺ ചെയിൻ ഇളക്കി കളഞ്ഞ ആ ഒരു ഭാഗം ഭയങ്കര റഫ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് അതൊന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ വീഡിയോയുടെ തമ്പനെയിൽ കണ്ടതുപോലെ ബ്ലൂ കളർ ബാംഗിളാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ബ്ലൂ കളർ സിൽക്ക് ത്രെഡ് ഞാൻ ഇതുപോലെ പല സ്ട്രാൻഡ്സിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. വളയുടെ ഉൾവശത്തായിട്ട് ഞാൻ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. B7000 ഗ്ലൂ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. ഇനി ഗം അപ്ലൈ ചെയ്ത സ്ഥലത്ത് സിൽക്ക് ത്രെഡിൻ്റെ ഒരു അറ്റം ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കി ചുറ്റിയെടുത്തത്. ഇനി ഇതുപോലെ നല്ലവണ്ണം അടുപ്പിച്ചടുപ്പിച്ച് ചുറ്റി കൊടുക്കുക കേട്ടോ, ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റംസിന്റെ ഒക്കെ സെയിലും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വളരെ അഫോർഡബിൾ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ നല്ല വൃത്തിയിൽ അടുപ്പിച്ചടുപ്പിച്ച് സിൽക്ക് ത്രെഡ് ചുറ്റിയെടുക്കുക കേട്ടോ. ഈ ബാംഗിൾ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ഈ സിൽക്ക് ത്രെഡ് ചുറ്റി കൊടുക്കൽ തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടിയും തീരും കേട്ടോ. അപ്പോൾ ഞാൻ സിൽക്ക് ത്രെഡ് ഇവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഇനി നമുക്ക് ഇതിൽ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ബ്ലൂ ലോട്ടസ് ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്ലൂ ലോട്ടസിന് 2 ഗ്രീൻ കളറിലെ ലീവ്സും പിന്നെ ബാക്കി ബ്ലൂ കളറിൽ ഐ ഷേപ്പിലെ കുത്തൻ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലീഫ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഹാഫ് മൂൺ ഷേപ്പിലുള്ള ഗ്രീൻ കളറിലെ കുന്തൻ സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത്. നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് എടുത്തത്. അങ്ങനെ ഓരോ സൈഡിലും ഓരോ ലീഫ് വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ സിൽക്ക് ത്രെഡ് ബാംഗിൾസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ B7000 തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇനി ആ ലീഫ് ഒട്ടിച്ചതിന്റെ മുകളിലായിട്ട് ഇതുപോലെ 3 ഐ ഷേപ്പിലെ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നടുക്കത്ത് വെച്ച് കൊടുത്ത് പിന്നെ ലെഫ്റ്റിലും റൈറ്റിലും വെച്ച് കൊടുക്കുവാണ്. ഇതുപോലത്തെ ബ്ലൂ ലോട്ടസ് വെച്ചിട്ട് ഞാൻ ഇൻവിസിബിൾ ലോട്ടസ് ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഇനി ഇങ്ങനെ ഇരിക്കുന്ന സാധനം ലോട്ടസ് ആയി കിട്ടണമെങ്കിൽ നമ്മൾ ഈ 2 ബ്ലൂ സ്റ്റോൺസ് ഇല്ലേ, അതിന്റെ നടുക്ക് വേറെ ഒരു സ്റ്റോണും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഓരോ ഗ്യാപ്പിന്റെ ഇടയ്ക്കും ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റോൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റോൺസ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് നടുക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ അത് മര്യാദയ്ക്ക് ഇരിക്കുള്ളൂ. ആകെ ഇച്ചിരി ആ ഒരു പോർഷനിൽ മാത്രമല്ലേ നമ്മൾ ഗം അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഒട്ടാനും പാടാണ്. ഇച്ചിരി അധികം ഗം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ആ 2 ഗ്രീൻ സ്റ്റോൺ ഇല്ലേ, അതിന്റെ നടുക്ക് ഒരു വൈറ്റ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം. അതോടുകൂടി നമ്മുടെ ലോട്ടസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കി ഈ ബാംഗിൾ മുഴുവനും ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം ഈ ലോട്ടസ് ചെയ്തെടുക്കാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിട്ടോ. 2-3 ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവും. അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ. അങ്ങനെ ഇതേ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് ഈ ബാംഗിൾ മുഴുവനായിട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ പഴയ ബാംഗിൾ റീയൂസ് ചെയ്തതാണ്. നിങ്ങൾക്ക് പുതിയ ബാംഗിൾ ബേസ് ഒക്കെ വാങ്ങിച്ച് നല്ല അടിപൊളിയാക്കി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആണ്. ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ ചെയ്ത് നോക്കണേ. ഇനി ഇത് മുഴുവനും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞാൻ കാണിക്കാട്ടോ. അപ്പൊ എല്ലാ ലോട്ടസും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്കാണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഇപ്പൊ ഇതിനൊക്കെ കണ്ടാ പറയോ പഴയ ആർക്കും വേണ്ടാതെ കിടന്ന കുറച്ച് ബാംഗിൾസ് കൊണ്ടുണ്ടാക്കിയതാണെന്ന്. ഇനി നമുക്കിത് ഡ്രൈ ആകാൻ വെക്കണം കേട്ടോ. ഒരു 24 hours എങ്കിലും ഡ്രൈ ആകാൻ വെക്കുന്നതാണ് നല്ലത്. എന്നാലേ ആ ഗമ്മൊക്കെ നല്ലവണ്ണം ഡ്രൈ ആയി സ്റ്റോൺസ് ഒക്കെ നല്ല ഫേം ആയിട്ടിരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ലോട്ടസ് ബാംഗിൾ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യണേ. ഡ്രൈ ആയതിനു ശേഷമുള്ള ഫൈനൽ ലുക്ക് കാണണ്ടേ? ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു കേട്ടോ. സെറ്റ് സാരിയുടെ ഒക്കെ ഒപ്പം ഇൻവിസിബിൾ ലോട്ടസ് ചെയിനും ഈ ബാംഗിളും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സെറ്റ് സാരി തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ. ഏത് ട്രഡീഷണൽ വെയറിന്റെ ഒപ്പം ഇത് നല്ലതായിരിക്കും. അപ്പൊ ഈ ഒരു ലോട്ടസ് ബാംഗിൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.